ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ അൾട്ടിമേറ്റ്ലി എല്ലാവരും 100 days ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് ഓക്കെ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ചേച്ചി ഇതൊന്ന് 7-8 മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത്? 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് ഇത് എത്ര പേര് ലൈവിൽ കണ്ടെന്നറിയത്തില്ല. കാരണം ഇത് ടി വിയിലോ എപ്പിസോഡിലോ VV+ലോ ഇതിനകത്തൊന്നും കാണിച്ചിട്ടില്ല. ബിഗ് ബോസ് ലൈവിനകത്ത് മാത്രമാണ് ഈ സംഭവം കാണിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, രേണു സുധി ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് അത് ഡിവോഴ്സ് ആയി എന്ന് ലൈവിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാര്യം പുറത്ത് ഒരുപാട് ചാനലുകാർ ഇൻ്റർവ്യൂവിനകത്ത് ചോദിച്ച സമയത്തെല്ലാം ഇവരിതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒഴിഞ്ഞു മാറുക ചെയ്തിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഫസ്റ്റ് മാരേജിനെ പറ്റിയിട്ടും അത് ഡിവോഴ്സ് ആയോ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ലീഗലി മാരേജ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മാരേജ് ഈ പറഞ്ഞിട്ടുള്ള കൊല്ലം സുധിയുമായിട്ട് മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ബിഗ് ബോസിനകത്ത് ലൈവിനകത്ത് അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അബദ്ധം വെച്ചാൽ എനിക്ക് തോന്നുന്നു വായുധം കണ്ട അറിയാതെ കണ്ട വീണു പോയൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും പുറത്ത് ബിഗ് ബോസിൻ്റെ പുറത്തുനിന്ന് കള്ളം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് ആ കള്ളം അവർ തന്നെ അത് സത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എത്ര ഇൻ്റർവ്യൂസിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധിയുമായിട്ടുള്ള കല്യാണമാണ് ആദ്യമായിട്ട് നടന്നത്, ലീഗലായിട്ട് നടന്നിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ നമ്മൾ കണ്ടയാണ്. ബിനു എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞതും പിന്നെ അങ്ങനെയൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടയാണ്. അപ്പം ഇപ്പം അവർ അത് അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പം ലൈവിനകത്ത് ഇവരെല്ലാം കൂടെ ഈ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് അനീഷാണ് ഈ ഒരു ടോപ്പിക് എടുത്തിരുന്നത്. അപ്പം അബദ്ധം വെച്ചാൽ ഇവർ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇച്ചിരി ഓവർ സ്മാർട്ട് എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് കയറിയിട്ട് അങ്ങ് സംസാരിച്ചങ്ങ് പോവാണ്. പക്ഷേ ആ ഒരു സത്യം ഇവർ പോലും അറിയാതെ അത് വെളിയിലോട്ട് പറഞ്ഞു. എത്ര ചാനലിനകത്ത് ഇവരെ അടുത്ത് ചോദിച്ചാണ് ആ ഫസ്റ്റ് മാരേജുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫസ്റ്റ് മാരേജ് ഉണ്ടായിരുന്നോ, അത് ലീഗലി ആയിരുന്നു എന്നൊക്കെ ചോദിച്ച സമയത്തെല്ലാം അവിടെ കിടന്ന് മെഴുകി അതിനെ പറ്റിയിട്ട് ന്യായീകരിച്ചാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ആൾക്കാർ പലതും പറയുകയാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ ഇത് അന്നേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഇതിപ്പോൾ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇവർക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബോധമുണ്ടോ, അതോ ഇനി പറയുന്നത് ഇനി വല്ല ഓർമ്മക്കുറവ് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ബിഗ് ബോസിനിപ്പം പല ഇൻ്റർവ്യൂവിലും ചെന്നിരുന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല അടുത്ത ഇൻ്റർവ്യൂവിൽ പോയി പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കള്ളങ്ങൾ പറഞ്ഞ് ഓരോ ഇൻ്റർവ്യൂവിലും ചെന്ന് ഓരോ സ്ഥലത്തും ഓരോ ഇൻ്റർവ്യൂവിലും ചെന്നിരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് തന്നെ ഇവർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അതല്ലേ ബിഗ് ബോസ് ഇത്രയും വലിയൊരു ഷോയിൽ ചെന്നിട്ട് പുറത്ത് ഇവർ തന്നെ നിഷേധിച്ച കാര്യം അകത്ത് ഇവർ അക്സെപ്റ്റ് ചെയ്യുവാണ്. ആദ്യത്തെ ഒരു മാരേജ് ലൈഫ് ഉണ്ടായിരുന്നു, അതിനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശരിയായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ തന്നെയും ഇത് പുറത്ത് ചോദിക്കുന്ന സമയത്ത് ഇവരത് നിഷേധിക്കുകയല്ലായിരുന്നു ചെയ്തത്. ആ ഇൻ്റർവ്യൂസൊക്കെ എപ്പോഴും യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, അതെടുത്ത് കണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും പുള്ളിക്കാരിയുടെ എല്ലാ സകലമാന ഉടായ്പകളും വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ കോണ്ടന്റൊന്നും കൊടുക്കുന്നില്ലെങ്കിലും പുള്ളിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള കള്ളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടന്റ് കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു കണ്ടന്റായിട്ട് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ആ 1-2 ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ 1-2 ഇൻ്റർവ്യൂ ഞാൻ ഇവിടെ വെക്കാം. ചേച്ചി ശരിക്കും ഫസ്റ്റ് മാരേജ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ചേച്ചി ഇതൊന്ന് 7-8 മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത്? അപ്പോൾ ഇവരുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ അവസ്ഥയായി. വീട്ടിൽ ചെന്ന് ഓക്കെ പിന്നെ കഴുത്തക്കണം ഒന്നുമില്ല ചേച്ചി, നീ ഒന്ന് കാണിച്ച് താലി കെട്ടിച്ച വീട്ടിലേക്ക് പോയി. കുറച്ച് കൂട്ടുകാരൊക്കെ ശ്വാസിൽ വെച്ചിട്ട് അത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ മാസം കാണാൻ പോകും. അപ്പൊ എന്നാ കല്യാണം കഴിഞ്ഞേ? അത് ആ സമയത്ത് ആ ഇടയ്ക്ക് തന്നെ കിച്ചുവാണ് താലിയെല്ലാം മേടിച്ചത്. ഞങ്ങൾ ലുലുമാളിൽ പോയി എറണാകുളത്ത്. എവിടുന്ന കല്യാണം എന്ന് പറഞ്ഞു? ശ്വാസിൽ വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരുടെയും മുന്നിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവർ പോലും പുറത്ത് വിട്ടിട്ടില്ല. കണ്ടല്ലോ, ആദ്യത്തെ മാരേജിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അത് നിഷേധിച്ചു. ഇത് ഫസ്റ്റ് മാരേജ് ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ഫസ്റ്റ് മാരേജ് ആണ്, അതുപോലെ ഷാപ്പിലൊക്കെ പോയിരുന്നാണ് ഇത് കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഇവർ ഷാപ്പിൽ പോയിരുന്നാണ് ഇത് കല്യാണം ഉറപ്പിച്ചതെന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നുമുണ്ട്. അപ്പം ഈ മാരേജ് കഴിഞ്ഞിട്ടുള്ളവരിപ്പം അതിനകത്ത് നമുക്കൊരു മാരേജ് സർട്ടിഫിക്കറ്റ് അതിനകത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ വെച്ചാണ് നടന്നത്, ഈ കല്യാണം ഏത് ആഡിറ്റോറിയത്തിൽ വെച്ചാണോ, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് വെച്ചാണോ. അപ്പോൾ ഇവർ അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത് ഈ ഷാപ്പിൽ വെച്ചാണ് നടന്നിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഷാപ്പിൽ വെച്ചാണ് കല്യാണം
ഉറപ്പിച്ച് കല്യാണം കഴിഞ്ഞേക്കുന്നതെന്ന്. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് ഷാപ്പിൽ വെച്ചാണ് കല്യാണം കഴിഞ്ഞേക്കുന്നതെന്നാണ് ഇവർ എഴുതിയേക്കുന്നത്. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന്. പലയിടത്തും പല കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതുപോലെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ച് അതിനകത്ത് ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള അവരെ ബന്ധുക്കാർ തന്നെയാണ് അതിനകത്തെല്ലാം ഒപ്പിട്ടേക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഇൻ്റർവ്യൂവിലും കൂടെ ഇവരിത് പറയുന്നുണ്ട് ഈ ഒരു കല്യാണത്തിനെ കുറിച്ച്. അതും കൂടെ ഒന്ന് കാണാം. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഇവർ പലയിടത്തായിട്ട് ഇവർ പറയുന്നുണ്ട്. അതും കൂടെ കാണാം. പറയത്തക്ക വിധം ഒന്നും എനിക്ക് അതിനകത്ത് ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എന്നെ താലി കെട്ടി എന്നെ രജിസ്റ്റർ ചെയ്ത ഒരാളെ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. ഓക്കെ ചേച്ചി, അപ്പം ചേച്ചി ഇപ്പൊ പറയുന്നല്ലോ, ചേച്ചി പറയാൻ അതായത് നിങ്ങൾ അറിയേണ്ടതായിട്ട് ഇത്രയും കാര്യമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം സുധിച്ചേട്ടന്റെ ഫാമിലിക്ക് അറിയായിരുന്നോ? തീർച്ചയായിട്ടും അറിയായിരുന്നു. കാരണം സുധിച്ചേട്ടൻ പഴയതാ. പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ തന്നെ പറയാം, എന്തിനാണ് ഇത് പബ്ലിക്കാന്റെ മുന്നിൽ പറയുന്നത്? അതിനകത്തൊരു കഥയില്ലല്ലോ. ഞാൻ സുധിച്ചേട്ടന്റെ നിയമപരമായിട്ട് കെട്ടി എന്നെ താലി കെട്ടി സുധിച്ചേട്ടനാണ്. അതുപോലെ കേട്ടല്ലോ, ലീഗലി സുധിച്ചേട്ടനുമായിട്ട് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസിനകത്ത് ചെന്നിരുന്നിട്ട് ഈ 10, 70, 75, 80 ക്യാമറ ഉള്ള ഷോയിൽ ചെന്നിരുന്നിട്ട് ഇപ്പം പബ്ലിക്കിൽ അവർ ഇൻ്റർവ്യൂക്കാരെ ആവുന്നത്ര ചോദിച്ചിട്ട് പോലും പറയാത്ത കാര്യം അവരായിട്ട് തന്നെ പറഞ്ഞേക്കുവാണ്. എനിക്ക് ആദ്യം ഒരു കല്യാണം ഉണ്ടായിരുന്നു, അത് ഡിവോഴ്സായിട്ട്. എങ്ങനെയാലും ഡിവോഴ്സ് ആവണമെങ്കിൽ അത് ലീഗലി മാരേജ് ആയതിനു ശേഷം മാത്രമാണല്ലോ ഡിവോഴ്സ് ആവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലിവിങ് ടുഗദർ അങ്ങനെ ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഇത് ഡിവോഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ആദ്യത്തെ കല്യാണം ഈ വ്യക്തിയുമായിട്ട് മുമ്പുള്ള, നമ്മൾ ആദ്യം അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പുള്ളിയുമായിട്ടുള്ള കല്യാണമാണ് ലീഗലി നടന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് സെക്കൻഡ് മാരേജാണ് സുധിയുടേത്. പക്ഷേ ഇവർ ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞെന്താണ്, സുധിയുമായിട്ടുള്ള കല്യാണമാണ് ലീഗലി ഫസ്റ്റ് മാരേജ് എന്നാണ് ഇവർ എല്ലായിടത്തും പറഞ്ഞേക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഓരോ കള്ളങ്ങളായിട്ട് ഓരോന്നോരോന്ന് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള കള്ളങ്ങളെല്ലാം ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് സത്യമായിട്ട് ഇവരെ വാഗൊണ്ട് തന്നെ സത്യമായിട്ട് അത് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇവർക്ക് കൊല്ലം സുധിക്ക് വീട് വയ്ക്കാനെ കൊണ്ട് വസ്തു കൊടുത്ത ഫാദർ നോബൽ ഫിലിപ്പിൻ്റെ 1-2 ഇൻ്റർവ്യൂ ഒക്കെ ഈ അടുത്ത സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ട് പോരട്ടെ. അത് അവർ കപ്പും കൊടുത്തേക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം. കള്ളം പറഞ്ഞ് പുള്ളിക്കാരൻ പറയുവാണ് രേണു സുധിയെ 100 ദിവസം അവിടെ പിടിച്ചു നിർത്തണം. പിടിച്ചു നിർത്തിയാൽ രേണു സുധിയെ ഓരോ കള്ളത്തരങ്ങളും വെളിയിൽ പൊളിഞ്ഞടങ്ങും. ശരിയാണ്, ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കയറിപ്പോയിട്ട് എത്ര കള്ളങ്ങളാണ് ഇവരെ വായി തന്നെ പുറം ലോകം അറിഞ്ഞിട്ടുള്ളത് അല്ലേ? മറ്റേ റോമ എയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത റോമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കുളിക്കത്തില്ല ഹൈജീനിക്കിൻ്റെ കാര്യങ്ങൾ, കുളിക്കത്തില്ല നനയ്ക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ, പേൻ്റെ വിഷയങ്ങൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പം അവസാനം ഈ ഫസ്റ്റ് മാരേജിൻ്റെ കാര്യത്തിലും തീരുമാനമായി. അതും ഇവരെ വായിൽ തന്നെ സത്യങ്ങൾ തന്നെ ഇവർ തന്നെ പറഞ്ഞ്. ശരിയാണ്, ഈ അച്ഛൻ പറഞ്ഞ ശരിയാണ്. കുറച്ച് ദിവസം കൂടെ നിൽക്കുവാണെങ്കിൽ രേണു സുധി എന്താണെന്ന് ഓൾറെഡി ജനങ്ങൾക്ക് അറിയാം. എന്നിരുന്നാൽ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇവരെ വായിക്കൂടെ തന്നെ അത് സത്യങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 98 ദിവസമെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവരെ ഒരുപാട് പേര് പറയുന്നുണ്ട്, എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത്, എന്തിനാണ് ഇവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഞങ്ങളാരും ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പറയുന്നെന്ന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ രേണുസുധി എന്താണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതെടുത്ത് വിഷയമാക്കി സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളാണ് നമ്മളും പറയുന്നത്. അല്ലാതെ ഇവരെടുത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും ഒരു വൈരാഗ്യം ഒരു ദേഷ്യവും ഇല്ല. ഇവർ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് കാണിക്കുന്നത് അത് എടുത്ത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. പുള്ളിക്കാർ തന്നെ ഈ രേണുവിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ട്. സ്റ്റാർ മാജിക് സുധി എന്ന കലാകാരൻ സ്റ്റാർ മാജിക്കിലൂടെയാണ് ജനങ്ങളെല്ലാവരും അറിഞ്ഞത്. അപ്പോൾ സ്റ്റാർ മാജിക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ ലക്ഷ്മി നക്ഷത്ര ഇവരെ ടീമുമായിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റുള്ളതാണ് ഈ രേണുസുധിക്കൊക്കെ. സുധിയുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മി നക്ഷത്ര. കൊല്ലം സുധി മരിച്ചതിന് ശേഷം ലക്ഷ്മി നക്ഷത്ര അവിടെ ഈ രേണുസുധിയെ കാണാൻ പോവുകയും ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. പൈസകൾ കൊടുത്ത് സഹായിക്കുകയും അതുപോലെ ജോലി വരെ കൊടുക്കാനൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ സ്റ്റാർ മാജിക് ടീമൊക്കെ. എന്നിട്ടും ഈ ലക്ഷ്മി നക്ഷത്രയോട് ഈ രേണുസുധി അവർ പറയുന്നുണ്ട് അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നിട്ടും ബിഗ് ബോസിൽ പോകുന്നത് പറഞ്ഞിട്ട് പോലും ഇല്ലെന്നാണ് ഈ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ കണ്ടതാണ്. ലക്ഷ്മി നക്ഷത്ര ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഓൺലൈൻ മീഡിയാസിനോട് പറഞ്ഞ കാര്യമാണ്. ഒരു വാക്കുപോലും അവർ പറഞ്ഞിട്ടില്ലെന്ന്. നേരെ മറിച്ച് അനുമോള് പറഞ്ഞ് അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് അവർ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, എൻ്റെ സപ്പോർട്ട് അനുമോൾക്കായിരിക്കും. കാരണം എന്നോടൊരു വാക്കുപോലും പറയാതെ പോയിട്ടുള്ള ഒരാളെ എന്തിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ലക്ഷ്മി നക്ഷത്ര ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ രേണുവിനെ ഞാൻ ഒരു വാക്കുപോലും പറയാതെ പോയിട്ടുള്ള രേണുവിനെ എന്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണെന്നാണ് ലക്ഷ്മി നക്ഷത്ര ചോദിക്കുന്നത്. പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞൊരു വീഡിയോയിലും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുവിനാണ് വോട്ട് ചെയ്ത്. ഓൺലൈൻ മീഡിയാസ് ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആർക്കാണ് വോട്ട് ചെയ്തതെന്ന്. അപ്പം കൂളായിട്ട് തന്നെ അവർ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ അനുക്കുട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളും പറയുന്നത്. നന്ദിയില്ലായ്മ കാണിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മളും ഇപ്പം തന്നെ വീട് വെച്ച് കൊടുത്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്, ഇല്ലേ? അത്രയേ ഉള്ളൂ. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെടുത്ത് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ലക്ഷ്മി നക്ഷത്രയോട് വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു പ്രശ്നമുണ്ടല്ലോ, പെയിൻ വിഷയമായിട്ട്. അനുമോള് അത് പെയിൻ വിഷയത്തെ പറ്റിയിട്ട് എടുത്തിടുന്നതും, പിന്നെ അവിടെ ലൈവിൽ പൊട്ടിക്കരഞ്ഞ് രേണുസുതി ഭയങ്കര സീൻ കാണിക്കുന്നതും, പേൻ കാർഡ് ഇറക്കുന്നതും, സ്ത്രീയെ അപമാനിച്ച്, ഞാനൊരു സ്ത്രീയാണ്, എന്നെ അപമാനിച്ച്, അതുപോലെ എനിക്ക് 34 വയസ്സുള്ള സ്ത്രീയാണ്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനുവിന് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അത്രയും ക്യാമറ ഉള്ള സ്ഥലത്തുനിന്ന് എങ്ങനെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ പോലും എല്ലാവരും അറിയും. ഇതൊക്കെ ഫസ്റ്റ് എപ്പിസോഡേ പറഞ്ഞാണ് ഈ ഹൈജീനിൻ്റെ കാര്യമൊക്കെ ഇവരെ പറ്റിയിട്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാത്തതിൻ്റെ അവരുടെ കയ്യിലെ കുഴപ്പമാണ്. അത് പിന്നെ അങ്ങോട്ട് പോകുന്തോറും അത് കൂടി വന്നപ്പോഴത്തേക്ക് അനുമോൾ ഓപ്പണായിട്ട് പറഞ്ഞു. മറ്റു ചിലർ അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. അവിടെ ലൈവ് കാണുന്നവരെല്ലാവരും കണ്ടതാണ്. പല ആൾക്കാരും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ സാധനം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അനുമോള് പക്ഷേ ഇവരെ മുഖത്ത് നോക്കി ഓപ്പണായിട്ട് പറഞ്ഞു. അങ്ങനെങ്കിലും അതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവരെയും ഇവരൊരു പെയിൻ കാർഡ് എടുത്തുകൊണ്ട് വന്നു. അതുപോലെ ലക്ഷ്മി നക്ഷത്ര ഈ ഒരു വിഷയത്തെ പറ്റി പ്രതികരിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടുപോകാം. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ അൾട്ടിമേറ്റ്ലി എല്ലാവരും 100 ഡേയ്സ് ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ടേ ഉള്ളൂ. ഒരാളുടെ ഹൈജീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്തു. അതിന് ചോദിച്ച ചോദ്യത്തിനോടുള്ള ഒരു ആൻസറേ അനു പറഞ്ഞിട്ടുള്ളൂ. അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയുള്ളവർ ഇതിനു മുമ്പും പല കാര്യങ്ങളും നമുക്ക് ഹേർട്ടായ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ അതിനെ പറ്റി പറയും, അത് വിഷമം ഉണ്ടെന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇത് ഗെയിമാണ്. നാളെ റീണു പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് അനുവിന്റെ ഓപ്പോസിറ്റ് വരുമായിരിക്കും. നമുക്കറിയില്ല വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നുള്ള കാര്യം. കേട്ടല്ലോ, മറ്റേ അക്ബറിന്റെ വിഷയം വന്ന സമയത്തും മറ്റേ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വിഷയം വന്ന സമയത്തും ഇതേപോലെയാണ് ഇവർ കാണിച്ചതെന്ന് പറയുന്നത്. ഇതേപോലുള്ള ഒരു കാർഡാണ് ഇവർ ഇറക്കിയെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നത്. അവിടെ 98 ദിവസം അവിടെ ഗെയിം കളിക്കാനാണ് പോയത്. അല്ലാതെ അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഇരുന്ന് ഉറങ്ങാനും. ഇപ്പം രേണുസുതി അവിടെ എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത്? ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. പുള്ളിക്കാരിയെ സ്ക്രീൻ സ്പേസിൽ കാണുന്ന പോലും ഇല്ല. മുൻഷി രഞ്ജിത്ത് എന്താണ് പറഞ്ഞത്? മുൻഷി രഞ്ജിത്ത് വെളിയിറങ്ങിയിട്ട് പോലും പുള്ളിക്കാരൻ പറഞ്ഞതും അതാണ്. അവിടെ രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഈ അക്ബർ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഒരു വിഷയം എടുത്തുകൊണ്ട് വന്നത്. അപ്പോഴാണ് രേണുസുതി അവിടെ ഉണ്ടെന്ന് തന്നെ അവിടെ ഉള്ളവർക്ക് തന്നെ അറിയുന്നതെന്ന് ഈ മുൻഷി രഞ്ജിത്ത് പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ പുതിയ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ്. ഈ ഹൈജീൻ്റെ കാര്യമൊക്കെ ചോദിക്കാൻ ബിഗ് ബോസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ രേണുവിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്നത്. ഇപ്പം അവിടെ ഇനി രഹസ്യമായിട്ട് പറഞ്ഞാലും പബ്ലിക്കായിട്ട് പറഞ്ഞാലും അത് ജനങ്ങളെല്ലാം കാണും. കാരണം ഈ സാധനം ലൈവിനകത്ത് ആ ക്യാമറയിലൂടെ എല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലാണ് പുറത്ത് ഈ രേണുസുതി നിന്നിരുന്ന സമയത്ത് വീടിൻ്റെ പ്രശ്നമായിക്കോട്ടെ, ചോരുന്നതിൻ്റെ പ്രശ്നമായിക്കോട്ടെ, അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നല്ലോ. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അപ്പം ഇതുപോലെയാണ് പുറത്ത് നിന്നവരെയും ഈ രേണുസുതി അപമാനിച്ചു വിട്ടിട്ടുള്ളത്. ഇപ്പം എന്തായാലും അപമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം അതെന്താണെന്നും അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നൊക്കെ പുള്ളിക്കാരിക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം സീ യു ഗൈസ്.